വർഷം 2005. സ്ഥലം നോയിഡയ്ക്കടുത്തുള്ള നിദാരി ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന സെക്ടർ 31. ഒരു വലിയ വാട്ടർ ടാങ്കിന് മുന്നിലൂടെ നടന്നുപോയ 10നും 15നും ഇടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളാരും കഴിഞ്ഞ 2 വർഷമായി അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിയില്ല. അതോടെ ആ വാട്ടർ ടാങ്കിൽ ഭൂതമുണ്ടെന്നും ആ വഴി പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം ഭൂതം പിടിച്ചതാണെന്നും പ്രദേശവാസികൾ തീർത്തും വിശ്വസിച്ചു. കാണാതായ മക്കൾക്ക് വേണ്ടി വർഷങ്ങളോളം അലഞ്ഞ മാതാപിതാക്കളിൽ സംശയം നിറഞ്ഞു. ആരും മക്കളെ സ്കൂളിലേക്ക് പോലും തനിച്ചു വിടാതെയായി. മക്കളെ കാണാതായവരിൽ പലരും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ പിള്ളേര് വീട് വിട്ട് ഓടിപ്പോയതാകുമെന്നും വൈകാതെ മടങ്ങിയെത്തുമെന്നും ഇനി പെൺകുട്ടികളാണെങ്കിൽ വല്ലവരുടെയും കൂടെ ഒളിച്ചോടിപ്പോയതാകുമെന്നുമാണ് പോലീസ് നൽകിയ മറുപടികൾ. എങ്കിലും പ്രതീക്ഷയോടെ മാതാപിതാക്കൾ കാണാതായ മക്കളുടെ പോസ്റ്റർ ചുമരുകളിൽ ഒട്ടിച്ചു മടങ്ങി. വീണ്ടും വീണ്ടും നിദാരിയിൽ കുഞ്ഞുങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടേയിരുന്നു. ആയിടയ്ക്കാണ് സെക്ടർ 31 വാട്ടർ ടാങ്കിന് പുറകിലായുള്ള D5 എന്ന വീടിന് മുന്നിൽ ഒരു ഓട്ടോ വന്നു നിന്നത്. അതിൽ നിന്നും പായിൽ നിന്ന് പിന്നീട് പേര് നൽകപ്പെട്ട കുട്ടി പുറത്തിറങ്ങി. ഓട്ടോയ്ക്ക് നൽകാൻ പണമില്ലാത്തതിനാൽ വെയിറ്റ് ചെയ്യാൻ അയാളോട് ആവശ്യപ്പെട്ട് അവർ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. എന്നാൽ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ആ പെൺകുട്ടി മടങ്ങി വന്നില്ല. ഓട്ടോക്കാരൻ അവരെ അന്വേഷിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. വാതിൽ തുറന്ന അവിടുത്തെ വേലക്കാരൻ അവരപ്പോൾ തന്നെ മടങ്ങിപ്പോയല്ലോ എന്ന് മറുപടി നൽകുന്നു. പറ്റിക്കപ്പെട്ടെന്ന് കരുതി ഓട്ടോക്കാരൻ തിരികെ പോകുന്നു. എന്നാൽ പായൽ ആ വീട്ടിൽ നിന്നും പിന്നീട് പുറത്തിറങ്ങിയിട്ടില്ല. അതിനുള്ളിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടവർ കാണാതായ മറ്റു കുട്ടികൾക്കൊപ്പമുള്ള ചുമരിലെ ഒരു ഓർമ്മയായി. പായലിന്റെ അച്ഛനും പരാതിയുമായി സ്റ്റേഷനിലെത്തി. പോലീസ് അയാളോടും പതിവ് പല്ലവി ഇറക്കി. പക്ഷേ പായലിന്റെ അച്ഛൻ ആ പരിസരത്ത് നിന്നും കാണാതായ മറ്റു കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടെ ചേർത്ത് വെച്ച് കോടതിയെ സമീപിച്ചു. അവിടെ നിന്നാണ് രാജ്യത്തെ ആകെ അമ്പരപ്പിച്ച നിദാരി കൂട്ടക്കൊലപാതകങ്ങളുടെ കഥ പുറത്തെത്തുന്നത്. സെക്ടർ 31 താമസക്കാരനായ മുനീന്ദർ സിംഗിന്റെ കൂച്ചൻ ബംഗ്ലാവിലാണ് കാണാതായ 17ഓളം കുട്ടികളും അവസാനമായി എത്തിയത്. അയാളുടെ കുശിനിക്കാരനും വീട്ടുകാര്യസ്ഥനുമായ സുനീന്ദർ കോഹ്ലി എന്ന യുവാവ് മിഠായികളും മറ്റും കാണിച്ച് പ്രലോഭിപ്പിച്ചാണ് അവർ ഓരോരുത്തരെയും വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിനുള്ളിൽ അവരനുഭവിച്ച പീഡനങ്ങൾ ചെറുതല്ല. പോലീസിന് കോഹ്ലി നൽകിയ മൊഴി അനുസരിച്ച് അയാൾ ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന കുട്ടികളെ ഓരോരുത്തരെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിലും ക്രൂരമായ കൃത്യം എന്തെന്നാൽ കൊല ചെയ്യപ്പെട്ട ശേഷം അയാൾ അവരുടെ മൃതദേഹത്തെ ലൈംഗികമായി ഉപയോഗിക്കുകയും പിന്നീട് അത് പാചകം ചെയ്ത് ഭക്ഷിക്കുകയും ചെയ്തു എന്നതാണ്. ബാക്കി വന്ന ശരീരം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി അടുത്തുള്ള ഓവുചാലിലൂടെ ഒഴുക്കിവിട്ടു. മൊഴികെട്ട് ഞെട്ടിയ പോലീസ് ഉടൻ തന്നെ ഓവുചാലിൽ പരിശോധന നടത്തി. 17 പേരുടെ ശരീരഭാഗങ്ങളും വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളുടെയും അവശിഷ്ടങ്ങളും അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ മരണപ്പെട്ടവരിൽ 31 കുട്ടികളെങ്കിലും ചുരുങ്ങിയതുണ്ടാകുമെന്നാണ് പോലീസ് പറഞ്ഞത്. പായലിന്റെ അച്ഛന്റെ പരാതിയിൽ പോലീസ് മുനീന്ദർ സിംഗിനെയും ചോദ്യം ചെയ്തെങ്കിലും അയാൾ പായലിനെ അറിയുക പോലുമില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പായൽ ഇതിനു മുമ്പും വീട്ടിൽ വരാറുണ്ടായിരുന്നെന്നും അവരൊരു ലൈംഗിക തൊഴിലാളിയാണെന്നും മുനീന്ദർ സിംഗ് വെളിപ്പെടുത്തി. ഒന്നുകൂടെ അയാൾ പറഞ്ഞു, പായലിനെ ജോലിക്കായി തന്റെ അടുത്തേക്ക് വിട്ടത് അവരുടെ അച്ഛൻ തന്നെയാണെന്നും പ്രതിഫലമായി 40,000-ഓളം രൂപ അയാൾ കൈപ്പറ്റിയെന്നും പായലിന്റെ അച്ഛനും അക്കാര്യം സമ്മതിച്ചു. ലഭിച്ച പരാതിയിന്മേൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെ കൊലപാതകങ്ങൾക്ക് നേരെ കണ്ണടച്ച 6 പോലീസ് ഉദ്യോഗസ്ഥരെയും ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. മുനീന്ദർ സിംഗിനും കോഹ്ലിക്കും അലഹബാദ് കോടതി വധശിക്ഷ വിധിച്ചു. എന്നാൽ പിന്നീട് ധനികനായ മുനീന്ദർ സിംഗ് വധശിക്ഷയിൽ ഇളവ് നേടി. കോഹ്ലി അന്നത്തെ പ്രസിഡന്റ് പ്രണബ് മുഖർജിക്ക് മേഴ്സി പെറ്റീഷൻ സമർപ്പിച്ചെങ്കിലും 3 വർഷത്തിനു ശേഷം അത് തള്ളിക്കളഞ്ഞു. എന്നാൽ പെറ്റീഷനിൽ വിധി പറയാൻ വൈകിയെന്ന കാരണം ചൂണ്ടിക്കാട്ടി കോഹ്ലിയുടെ വധശിക്ഷയും നടപ്പായില്ല. വേണ്ട തെളിവുകളില്ലെന്ന് കാട്ടി മുനീന്ദർ സിംഗിനെയും വർഷങ്ങൾക്കിപ്പുറം വെറുതെ വിട്ടു. നഷ്ടം ആ 16 കുടുംബങ്ങളിലേക്ക് ഒതുങ്ങി. അതിവൈകാരികമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമങ്ങൾക്കും ആ വേദന വേദനയല്ലാതെയായി. ഇപ്പോൾ വീണ്ടും നിദാരിയും സെക്ടർ 31 ചർച്ചയാവുകയാണ്. ആദിത്യ നിംബാൽക്കർ സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത സെക്ടർ 36 എന്ന ചിത്രം നിദാര കൊലപാതകങ്ങളുടെ ഓർമ്മപ്പെടുത്തലാവുന്നു. ലോകം കണ്ട കൊടും കുറ്റവാളിയായിക്കൊണ്ടുള്ള വിക്രാന്ത് മാസി എന്ന നടന്റെ പ്രകടനം കൊണ്ടും പശ്ചാത്താപത്തിൽ നീറുന്ന പോലീസ് ഓഫീസറായുള്ള ദീപക് ഡൊബ്രിയാലിന്റെ പ്രകടനം കൊണ്ടുകൂടിയാണ് ചിത്രം ശ്രദ്ധ നേടുന്നത്. 12th ഫെയിൽ എന്ന ചിത്രത്തിലെ നിഷ്കളങ്കനായ നായകനായും മിർസാപൂർ എന്ന ചിത്രത്തിലെ വയലൻസിനെ വെറുത്ത ബബ്ലു ബയ്യായും പ്രേക്ഷക പ്രീതി നേടിയ വിക്രാന്ത് മാസിയുടെ ക്രൂരനായ പ്രേമിലേക്കുള്ള പകർന്നാട്ടം അതിശയിപ്പിക്കുന്നതാണ്. അതോടൊപ്പം അയാളുടെ ഡയലോഗും. ഈ മരിച്ച കുട്ടികളൊക്കെ ആരാണ് സാർ? അവരെ കുറിച്ചൊക്കെ ആരെങ്കിലും ചിന്തിച്ചിരിക്കുമോ?
അവർക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ തന്നെ എന്താണ്? ആർക്കും ഒരു ചുക്കുമില്ല. ഒരുപക്ഷെ മരിച്ചില്ലെങ്കിൽ തന്നെ ഇവരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ആയി തീരാനുള്ളതാണോ? ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ ഇവർക്ക് പറ്റുമോ? സ്വന്തം മാതാപിതാക്കൾക്ക് പോലും വേണ്ടാതായവരാണ്. ഇവരൊക്കെ കുറേ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, TV കാണും, സ്വപ്നം കാണും. ഒക്കെ കഴിഞ്ഞ് ഒന്നുമാകാതെ എവിടെയെങ്കിലും ചത്തു വീഴും. അവരുടെയൊക്കെ അവയവങ്ങൾ കൊണ്ട് ഇതിനൊക്കെ സാധിക്കുന്ന കയ്യിൽ കാശുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരമാകുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്? ഇങ്ങനെ ആർക്കും ഉപകാരമില്ലാത്ത കുറേ എണ്ണങ്ങളിലൂടെയുണ്ട്. അതിൽ കുറച്ചെണ്ണമെങ്കിലും കുറയുന്നതല്ലേ നല്ലത്? അവർക്കൊരു മുക്തിയാണ് ഞാൻ സാധ്യമാക്കിയത്. അതൊരു പുണ്യപ്രവൃത്തിയല്ലേ? ഇപ്പറഞ്ഞതുപോലെ ഇത്തരം സ്വപ്നങ്ങളൊന്നും കാണാനുള്ള അവകാശമില്ലെന്ന് ആളുകൾ കരുതുന്ന കുഞ്ഞുങ്ങളാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂരമായി കൊന്നു തള്ളപ്പെട്ടത്. കേസിൽ ശിക്ഷാ ഇളവ് നേടി പ്രതി പുറത്തിറങ്ങിയ വാർത്ത കണ്ട് മകനെ നഷ്ടമായ ഒരു അമ്മ പറഞ്ഞത് ഇതാണ്: ഇവിടെ ആരെയും കൊല്ലാത്തവർക്കും നൽകുന്ന ശിക്ഷ മരണമാണ്. എന്നിട്ടും എൻ്റെ 16 കുട്ടികളെ കൊന്നു തിന്ന ഇയാൾക്ക് ആരും കയറ് കെട്ടാത്തതെന്ന്.